കേസെടുത്താലും ഇല്ലെങ്കിലും പാലക്കാട്ടെ ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട്. തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്നൊരു സാഹചര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന്. ആ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി തല പോകേണ്ടി വന്നാലും ഏതെങ്കിലും തരത്തിലുള്ള വിഭജന വർഗീയ രാഷ്ട്രീയത്തെ അതിനോട് സമരസപ്പെടുന്ന ഒരു സമീപനവും ഉണ്ടാവുകയില്ല. ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീണ്ടും വിളിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ട് പാലക്കാട്ടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ BJPക്കൊപ്പം ഇരുന്നൊരു ചർച്ച വേണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഗതികേടിലാണ് കേരള പോലീസ് പോകുന്നതെന്ന്. ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ പറയിക്കുകയാണ്. BJPയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രശ്നങ്ങൾ ഇവിടെ സമാധാനമുണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത്. എന്തിനെതിരെ? ഒരു നിയമസഭാ സാമാജികൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കണോ? ഒരു നിയമസഭാ സാമാജികൻ്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കണോ? ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. നിയമസഭാ സാമാജികൻ്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസിനുള്ളത്? അവർ സർവകക്ഷി യോഗമാണെങ്കിലും നമുക്ക് പോകട്ടെ നോക്കാം. BJPയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്ന്. ഇവരെന്നു തൊട്ടാണ് ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത്? ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥതൊന്നും വേണ്ട. ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് ഉള്ളത്. അതവർ പരിഹരിച്ചാൽ മതി. അതല്ലാതെ BJPയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല. കോൺഗ്രസിന് അതിന് സൗകര്യമില്ല. അവരുമായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ ഞങ്ങളില്ല. ആ പ്രശ്നം പോലീസ് ലോ ആൻഡ് ഓർഡറിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നിയമം പരിപാലിച്ചാൽ മതി. അല്ലാതെ ചായയും ബിസ്ക്കറ്റും വാങ്ങിത്തരുന്ന പണി പോലീസ് ചെയ്യേണ്ട. സർവകക്ഷി യോഗം എന്നല്ല അവർ പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും BJPയുമായിട്ട് ഇരുത്തിയിട്ട് പ്രശ്നം തീർക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ തീർക്കേണ്ട മതി. അങ്ങനെ തന്നെ തീർക്കുന്നത് പോലീസിന് മധ്യസ്ഥതയുടെ പണിയാണോ? പോലീസിൻ്റെ പണി എന്താ? അവർക്ക് റൂൾ ബുക്ക് ഉണ്ടല്ലോ, അവർക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ. ഇപ്പം IPC, ഇപ്പം ഭാരതീയ ന്യായ സംഹിത ഒക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. അതെല്ലാം കൂടെ വെച്ചിട്ട് അതനുസരിച്ച് കേസെടുക്കട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമുണ്ടോ? കേസെടുക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഭീഷണിയൊന്നുമില്ല. ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള നിലപാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക്, അടച്ചിട്ട മുറിയിലൊരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല. ഞാൻ ചോദിക്കുന്നത്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ചെയ്യേണ്ടത് എന്താ? ലോ ഇനാക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? കേരളത്തിൽ സാധാരണ കേൾക്കാറുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത്. എത്രയോ പ്രകോപനകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ തലയെടുക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാല് വെട്ടുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കവറൊരുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞ ആളുകൾ കൺമുന്നിലൂടെ നിൽക്കുമ്പോൾ അവരുമായിട്ട് വിളിച്ചെടുത്തിട്ട് ചർച്ച ഏത്? ഞാൻ ആരുമായിട്ടാണ് ചർച്ചയ്ക്ക് ഇരിക്കേണ്ടത്? നിങ്ങൾ പറ. തലയെടുക്കുമെന്ന് പറഞ്ഞ, കാലെടുക്കുമെന്ന് പറഞ്ഞ, കവർ ഒരുക്കുമെന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഞാൻ പോയി ചർച്ചയ്ക്ക് ഇരിക്കണോ? അതിലും ഭേദം തല പോകുന്നതല്ലേ. ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്? ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും, ഇതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും. ഞങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കോംപ്രമൈസ് ഈ വിഷയത്തിലില്ല. ഈ വിഷയത്തിൽ നിന്നല്ല, സംഘപരിവാറുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു വിഷയത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസിനോ ഒരു കൺസെൻസസിനോ ഇല്ല. ഇരിക്കാൻ തയ്യാറല്ലെന്ന് ഞങ്ങൾ. അതിനകത്തൊന്നും തർക്കമില്ലാത്ത നിലപാടുകളാണ്. ഞങ്ങൾ അവരുമായിട്ട് ഇരിക്കാൻ തയ്യാറല്ല. ഈ നാട്ടിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളിതുവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതല്ലാതെ ഇന്നത്തെ ദിവസം വരെ ഇത്രയും പറഞ്ഞില്ലേ? എനിക്ക് കവർ ഒരുക്കുമെന്നും തല കൊയ്യുമെന്നും കാല് കൊയ്യുമെന്നും പറഞ്ഞിട്ട് തിരിച്ചിപ്പുറത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവുകയില്ല. കാരണം ഞങ്ങൾക്കറിയാം, പ്രകോപനമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സായി ചരിത്രം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് സംവദിക്കാൻ ഞങ്ങൾക്ക് നല്ല ആർജവമുണ്ട്, ബോധ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കൊലക്കേസ് പ്രതി, ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി നടത്തുന്ന കൊലവിളിക്കെതിരെ ആ ജാമ്യം റദ്ദാക്കണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല നമ്മുടെ പോലീസിനെന്ന് പറയുന്ന ഗതികേടിന് എന്ത് പേരിട്ട് വിളിക്കണം? എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഈ കൊലവിളി പ്രസംഗമൊക്കെ നടത്തുന്നത്? 2 കഴിഞ്ഞ് ഇന്നലെ 3 ആയില്ലേ? ഇന്നലെ കബർ ഒരുക്കുമെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഭയമായിരിക്കണം, അല്ലെങ്കിൽ അനുകമ്പയായിരിക്കണം. അതേതാണെന്ന് പോലീസ് തീരുമാനിക്കട്ടെ. സംഘപരിവാറിനെ ഭയക്കുന്ന പോലീസാണോ സംഘപരിവാറിനോട് അനുകമ്പയുള്ള പോലീസാണോ എന്ന് അവർ തീരുമാനിച്ചോട്ടെ. അത് ആ ചോയ്സ് ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിനകത്ത് ഞാനൊരു ജഡ്ജ്മെൻ്റലാകുന്നില്ല. അതിലേതാണെന്ന് അവർ പറഞ്ഞാൽ മതി. അതല്ലാതെ വേറെ കാരണമൊന്നുമില്ലല്ലോ.
ഈ സാധാരണ കേസെടുക്കാൻ വൈകി കഴിഞ്ഞാൽ എനിക്കെതിരെ കേസെടുത്തല്ലോ. ആഭ്യന്തര വകുപ്പുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇടപെടാൻ. ഞാൻ പറഞ്ഞത് എനിക്കെതിരെ കേസെടുത്തല്ലോ. എനിക്കെതിരെ കേസെടുത്തതിനകത്ത് എനിക്ക് തർക്കവുമില്ല. സ്വാഭാവികമായിട്ടൊരു സമരത്തിലേക്ക് പോകുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ കഴിയുമോ ആ വകുപ്പുകളെല്ലാം പ്രകാരം എനിക്കെതിരെ കേസെടുത്തോട്ടെ. ജയിലിലടക്കണോ, ജയിലിലടച്ചോട്ടെ. പക്ഷേ ഈ നാട്ടിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ ജനം എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. എന്താ നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു? വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം. ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു കടുകുമണിയുടെ ലാഞ്ചന വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഈ നാട്ടിലെ ജനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലെ ജനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, പാലക്കാട്ടുകാരനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല ഭംഗിയായി അന്തസ്സായി തന്നെ ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് തല കൊയ്താലും കാല് പോയാലും.